അതല്ലേ എൻ്റെ ബർത്ത്ഡേ കണ്ണൂർ ജില്ലയെ സമ്പൂർണ്ണ വായനശാലകളുള്ള ജില്ലയാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ അവസാന ചവിട്ടുപടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി പേരാവൂർ ഗ്രാമപഞ്ചായത്തിലും എല്ലാ വാർഡുകളിലും വായനശാലകൾ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ പ്രഖ്യാപന കർമ്മമാണ് വേദിയിൽ നടക്കുന്നത്. പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഈ ജില്ലയെ സമ്പൂർണ്ണ വായനശാല അല്ലെങ്കിൽ ലൈബ്രറി ആയി മാറ്റിത്തീർക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം പ്രവർത്തനങ്ങളുടെ നമ്മളുടെ പഞ്ചായത്തിലും വായനശാലകൾ തീരെയില്ലാത്ത 5-6 വാർഡുകളുണ്ട്. ആ വാർഡുകളിലും നമ്മൾ വായനശാലകൾ ആരംഭിച്ച് ഈ പ്രവർത്തനത്തെ പൂർണ്ണതയിൽ എത്തിച്ചിരിക്കുകയാണ് ഇവർ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടി പി വേണുഗോപാൽ അവരാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ വാഗ്മിയുമായ ശ്രീ പി സായിനാഥ് അവരാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. വായനശാല സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനം ഔപചാരികമായി നടത്തുന്നത് ഡോക്ടർ വി ശിവദാസൻ രാജ്യസഭാംഗി അവരാണ്. അദ്ദേഹവും ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നത്. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള മികച്ച വ്യക്തികളായി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ യോഗത്തെ അധ്യക്ഷത വഹിക്കുന്ന നിഷ ബാലകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ്, പേരാവൂർ ഗ്രാമപഞ്ചായത്ത്, ശ്രീ പി കെ വിജയൻ, സെക്രട്ടറി, ജില്ലാ ലൈബ്രറി കൗൺസിലർ എന്നിവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ യോഗത്തിൽ എത്തിച്ചാൽ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ സുർജിത്ത്, വിജ്ഞാനകേരളം കോർഡിനേറ്റർ അവരുടെ യോഗത്തിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി ശ്രീ രഞ്ജിത്ത് അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എം ബിജു, ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് എന്നിവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ പി ജി പത്മനാഭൻ, റീജിയണൽ ബാങ്ക് പ്രസിഡന്റ്, അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഗോപിനന്ദൻ മാസ്റ്റർ ടി കെ, കൺവീനർ പീപ്പിൾസ് മിഷൻ, അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ ജയപ്രകാശൻ യോഗത്തിലെ ആശംസകൾ അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളെയും, പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിലെയും മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരെയും യോഗത്തിലേക്ക്
സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ ഈ സംഘടനകളെ പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ മുഴുവൻ ആളുകളെയും ലൈബ്രറി കൗൺസിൽ ഭാരവാഹികളെയും കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാരും മറ്റ് പ്രവർത്തകരെ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗത്തിൽ നന്ദിയർപ്പിക്കുന്ന ശ്രീ ശരത് KV, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് യോഗത്തിൻ്റെ അധ്യക്ഷപദം നേടി ബഹുമാന്യ പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാ വാർഡിലും ലൈബ്രറി എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. കണ്ണൂർ ജില്ലയിലെ ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളും ഇതിനോടകം തന്നെ സമ്പൂർണ്ണ ലൈബ്രറി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന സംവിധാനം ബഹുമാന്യ MD അതോടൊപ്പം തന്നെ ജില്ലാ ലൈബ്രറി കൗൺസിൽ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി കണ്ണൂർ ജില്ലക്കകത്ത് ലൈബ്രറി വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിലും ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയും ആ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഇന്ന് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ വായനശാല പ്രഖ്യാപനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളാണ്. 16 വാർഡുകളിലായി ഇപ്പോൾ നിലവിൽ പുതിയത് രൂപീകരിച്ചത് ഉൾപ്പെടെ 19 വായനശാലകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. എന്നാൽ തീർച്ചയായും ഈ പ്രഖ്യാപനത്തോടു കൂടി നമ്മുടെ പേരാവൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡിലും വായനശാല എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വായനശാലകളെ ആകെ നമ്മുടെ ലൈബ്രറി കൗൺസിലുമായി യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ധൃതിയുള്ള പ്രവർത്തനങ്ങൾ ഇനി അങ്ങോട്ട് ഈ പ്രഖ്യാപനത്തിൻ്റെ എല്ലാം കരുത്ത് ഉൾക്കൊണ്ടുകൊണ്ട് സംഘടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് ആദ്യമായി സൂചിപ്പിക്കാറുള്ളത്. ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ട സായിനാഥ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരും. വേദിയിൽ ബഹുമാനായ ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, അതോടൊപ്പം തന്നെ പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സുധാകരൻ ഉൾപ്പെടെയുള്ള മറ്റ് ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സമ്മേളനം ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും 5 നിമിഷത്തിനുള്ളിൽ അവരെത്തിച്ചേരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീ സായിനാഥ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഗ്രാമീണ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ഗ്രാമങ്ങളിലുള്ള വിഷയങ്ങൾ പുറം ലോകത്ത് എത്തിക്കുന്നതിന് വേണ്ടി നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. രാജ്യത്തെ ദാരിദ്ര്യം, പട്ടിണി, അസമത്വം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതിയിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടം നിയമലിബറൽ കാലത്ത് മാധ്യമങ്ങളുടെ പ്രവർത്തനം തന്നെ മാറിയ ഒരു അവസ്ഥയിലേക്കാണുള്ളത്. മാധ്യമങ്ങളുടെ ഉടമസ്ഥത കോർപ്പറേറ്റുകളുടെ കയ്യിലായിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ ദേശീയ ഗവൺമെൻറ്റിൻ്റെ പാട്ടുകാരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ തുറന്നു കാട്ടുന്നവരെ UAPA പോലുള്ള നിയമങ്ങൾ ചുമത്തി ജയിലിലടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പത്രപ്രവർത്തനം എന്നത് അധികാരത്തെ സേവിക്കുക എന്നതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെയാണ് നമ്മുടെ സായിനാഥിനെ പോലെയുള്ളവരുടെ സായിനാഥ് വ്യത്യസ്തനാകുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം നമ്മുടെ മദ്രാസ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായിട്ടുള്ള VV ഗിരിയുടെ ചെറുമകൻ കൂടിയാണ്.
ജനപക്ഷത്ത് നിന്നുകൊണ്ട് ദരിദ്ര ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി തൻ്റെ മാധ്യമ പ്രവർത്തനം ഉപയോഗിക്കുകയാണ് സായിനാഥ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മുടെ നാട്ടിലേക്ക് ഹൃദയപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ പരിപാടി ആരംഭിക്കുന്നതിന് വേണ്ടി നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിക്കണം. ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ വിനോയ് കുര്യനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. എന്നുള്ള പ്രഖ്യാപനം നടത്തുന്ന ഈ മഹനീയമായിട്ടുള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ, ഈ പ്രഖ്യാപനം നടത്തുന്ന ആദരണീയനായിട്ടുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ പി സായിനാഥ്, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ വി ശിവദാസൻ എം പി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ, ജില്ലാ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി പി കെ വിജയേട്ടൻ, ഇവിടെ എത്തിച്ചേരുന്ന ഗോവിന്ദൻ മാസ്റ്റർ, അതുപോലെ പീപ്പിൾസ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർ സുർജിത്ത്, അതുപോലെ ലൈബ്രറി കൗൺസിലിൻ്റെ വരാനായിട്ടുള്ള രഞ്ജിത് കമൽ, അതുപോലെ ബഷീർ, മറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മെമ്പർമാർ, മറ്റ് സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. പേരാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ച് എല്ലാ വാർഡുകളിലും ഗ്രന്ഥാലയം എന്നുള്ള, വായനശാല എന്നുള്ള ആ ഒരു അഭിമാന മുഹൂർത്തമാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. 19 ഗ്രന്ഥാലയങ്ങൾ ഈ പഞ്ചായത്തിൽ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലയെ സമ്പൂർണ്ണ ഗ്രന്ഥാലയങ്ങളുള്ള, സമ്പൂർണ്ണ വായനശാലകളുള്ള ജില്ലയാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് നേതൃത്വത്തിൽ ഡോക്ടർ വി ശിവദാസനും ജില്ലാ ലൈബ്രറി കൗൺസിലും ജില്ലാ പഞ്ചായത്തും ജില്ലയിലെ മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും എല്ലാം ചേർന്നുകൊണ്ട് ഏറ്റവും ആവേശപൂർവ്വം ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നത്. 4 വർഷമായി ഈ മിഷന്റെ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത നിലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ഗ്രന്ഥാലയങ്ങളുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഗ്രന്ഥാലയങ്ങളുള്ള ജില്ല കണ്ണൂരാണ്. ഇവിടെ ലൈബ്രറി കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള വിജയേട്ടന കാര്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി സൂചിപ്പിച്ചു. ഓരോ ഗ്രന്ഥാലയവും ഓരോ സർവകലാശാലകളാണ്. ഓരോ സർവകലാശാലകളിൽ നമുക്കറിയാം വ്യത്യസ്ത വിഷയങ്ങളെക്കുറിച്ച് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക്, അക്കാദമിക വിദഗ്ധന്മാർക്ക് അറിവുകൾ പകർന്നു നൽകാൻ, അതിൻ്റെ എല്ലാം അറിവിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന ഓരോ സർവകലാശാലകളും. അതുപോലെയാണ് ഓരോ ലൈബ്രറിയും. അവിടെയുള്ള ഓരോ പുസ്തകങ്ങളും നമുക്ക് ഒരുപാട് കഥകൾ, ഒരുപാട് അറിവുകൾ, ഒരുപാട് വിവരങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നതാണ്. ആ നിലയിൽ ഗ്രന്ഥാലയങ്ങൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാവേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലൂടെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിവുകൾ പകർന്നു നൽകാൻ, അവരെ വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെയും ഭാഗമാക്കി അവരെ മാറ്റാൻ സാധിക്കും. കുട്ടികൾ മാത്രമല്ല, നമുക്കറിയാം പഠനം, വായന എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൻ്റെ അവസാന ഘട്ടം വരെ വായിക്കാൻ പറ്റുന്നിടത്തോളം വായിക്കുക എന്നുള്ളതാണ് മഹാന്മാരെല്ലാം സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ നിലയിൽ വായിക്കാൻ പറ്റുന്നിടത്തോളം കാലം വായിക്കുമ്പോൾ വായിക്കുന്ന ആ ശീലം നമ്മുടെ നാട്ടിലെ ഓരോ ആളുകളെ സംബന്ധിച്ചും ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അതിന് ഈ വായനശാലകൾ സഹായകമാണ്. നഗരങ്ങളിലേക്ക് പോകുന്നതിന് പോലും ഗ്രാമങ്ങളിൽ വായനശാല ഉണ്ടാകുമ്പോൾ ആ വായനശാലകളുടെ പ്രവർത്തനങ്ങൾ ഓരോ വീടുകളും വ്യക്തികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ലൈബ്രറി കൗൺസിലും അതുപോലെ മിഷന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ ആ നിലയിൽ മുന്നോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം കരുത്ത് പകർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ നന്മകളെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കണം. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാം അപ്പുറത്ത് എല്ലാ മനുഷ്യരെയും ഏകോപിപ്പിക്കുന്ന ഓരോ കേന്ദ്രമാണ് ഓരോ വായനശാലയും ഓരോ ഗ്രന്ഥ
ഗ്രന്ഥാലയവും ഇതൊരു പൊതു ഇടമാണ്. എല്ലാവർക്കും എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്ന, അവിടെ രാഷ്ട്രീയത്തിന്, മതത്തിന്, ജാതിക്ക് എല്ലാം അപ്പുറത്ത് ആളുകൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്ന ഓരോ കേന്ദ്രങ്ങളാണ് നമ്മുടെ നാട്ടിലെ വായനശാലകളും ഗ്രന്ഥാലയങ്ങളും. അതിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. പീപ്പിൾസ് മിഷന്റെ ഭാഗമായി വിനോദ വിജ്ഞാന കേന്ദ്രങ്ങൾ ജില്ലയുടെ പല ഭാഗത്തും ആരംഭിച്ചുകൊണ്ടിരിക്കുന്ന പേരാവൂർ ഉൾപ്പെടെ അത്തരം പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പൊ അവിടെ നമുക്കറിയാം, വായനകൾ മാത്രമല്ല, പുസ്തകങ്ങൾ മാത്രമല്ല, മറ്റ് കലാപരമായിട്ടും അതുപോലെ തന്നെ കായികപരമായിട്ടും ഒക്കെയുള്ള ജനങ്ങളുടെയും സമൂഹത്തിന്റെയും ഒക്കെ പുരോഗതിക്ക് സഹായകരമായിട്ടുള്ള ഒരു പൊതുവിടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അതിനാവശ്യമായിട്ട് സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് അതുപോലെ പുതിയ ആധുനിക കാലഘട്ടത്തിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന കേന്ദ്രങ്ങളായി നമ്മുടെ വായനശാലകളെ മാറ്റാനുള്ള അതിബൃഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഇവിടെ മറ്റാളുകൾക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഒരു മഹത്തായ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട് ഇന്ത്യക്കും ലോകത്തിനും ഒരു മാതൃകയാക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഈ മിഷന്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാഗമാക്കി മാറാൻ ഇവിടുത്തെ പഞ്ചായത്തിന്, അതിന്റെ ജനപ്രതിനിധികൾക്ക്, ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനത്തിന് കൊടുത്ത അങ്ങനെയെല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രഖ്യാപന ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ പി സായിനാഥ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നേരത്തെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഏറെ ആദരവോടെ നമ്മുടെ പേരാവൂരിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടനത്തിനായി ശ്രീ സായിനാഥ് ഏറെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് MP കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. പേരാവൂരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ ആദരവോടെ ഒന്ന് കാണാനും ഒന്ന് കേൾക്കാനും കുതിച്ചിരുന്ന ഒരു പേരാണ് പി സായിനാഥ് എന്ന പേര്. ഇന്ത്യയുടെ പത്രപ്രവർത്തന ചരിത്രത്തിൽ ഇത്രമേൽ മുദ്ര പതിപ്പിച്ച മറ്റൊരു പേര് നമുക്ക് കാണാൻ സാധിക്കില്ല. സായിനാഥ് എന്ന പത്രപ്രവർത്തകൻ ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയിട്ടുള്ള ഈ ഇന്ത്യയെക്കുറിച്ചുള്ള ചിത്രം അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിലൂടെ, അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്രമേൽ വലിയൊരു പത്രപ്രവർത്തകന് കേൾക്കാൻ ഈ ഗ്രാമത്തിൽ, ഇവിടെ ഈ പേരാവൂർ ടൗണിൽ എത്തിച്ചേർന്ന ആളുകളെ എല്ലാം സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. മഹാനായ മാക്സിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് കേവലം 11 പേർ മാത്രമായിരുന്നു. മഹാനായ മാക്സിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് കേവലം 11 പേർ മാത്രമായിരുന്നു എന്നുള്ളത് കൊണ്ട് ശ്രവിക്കാനെത്തുന്ന ആളുകളുടെ എണ്ണത്തിനെല്ലാം അപ്പുറത്ത്, എഴുതപ്പെടുന്ന വായിക്കപ്പെടുന്ന പുസ്തകത്തിന്റെ വായിച്ചവരുടെ എണ്ണത്തിനപ്പുറത്ത് ഒരു വലിയ സന്ദേശവും വലിയ ആശയ ലോകവും കരുത്തും സൃഷ്ടിക്കാൻ മാക്സിന്റെ രചനകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഇവിടെ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ എല്ലാം ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പേരാവൂരിലെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ലൈബ്രറി സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ 7 മണിക്ക് കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ച് ഇവിടെ നമ്മുടെ
മേഖലയിലെ ചില ലൈബ്രറികളിലേക്ക് വായനശാലകളിലേക്ക് പോകുന്നുണ്ടായി. ആ വായനശാലകളിൽ നിന്ന് മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കോണ്ടംപററിയിലെ വായനശാല, അതോടൊപ്പം വീർപ്പാട് വായനശാല, മറ്റൊന്ന് പായത്ത് ഒരു വായനശാലയിൽ നമ്മൾ പോകുന്നുണ്ട്. പായം ഗ്രാമീണ ഗ്രന്ഥാലയത്തിൽ പോകുന്നുണ്ടായി. വിളക്കോട് നമ്മുടെ ചങ്ങാടിയിലുള്ള PV നാരായണൻ സ്മാരക വായനശാലയിൽ പോകുന്നുണ്ടായി. നിങ്ങൾ നോക്കൂ, ഇവിടെ അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് PV നാരായണൻ വായനശാലയിൽ ലൈബ്രറിയൻ ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതിയാണ്. What I am telling, in PV Narayan Vayanshala, there we visited the last in Vilakod. There the librarian belongs to a tribal community. Then നമ്മൾ പായത്ത് കോണ്ടംപറ വായനശാലയിൽ പോയി. In കോണ്ടംപറ വായനശാല, the tribals are using that vayanshala in tribal children that belong to tribal children belong to tribal community. They have interacted with you. അവർ ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ സായിനാഥുമായി സംസാരിക്കുകയും അത് വലിയൊരു അനുഭവമായി മാറുകയുണ്ടായി. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു കണ്ണൂർ ജില്ലയിലെ എല്ലാ വാർഡിലും ഒരു ലൈബ്രറി എന്ന നമ്മുടെ സ്വപ്ന പദ്ധതി അത് നടപ്പിലാക്കപ്പെടും. അത് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ ചില കല്ലുകടിയും കുശുമ്പും കുന്നായ്മയൊക്കെ സ്വാഭാവികം. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. പേരാവൂർ ബ്ലോക്കിന്റെ സമ്പൂർണ്ണ പ്രഖ്യാപനം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടത്തുമെന്നാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. സുധാകരൻ ഇരിക്കുന്നത് ഏതാനും ദിവസത്തിനകം. പേരാവൂർ ഒറ്റ പഞ്ചായത്താണ് ഇനി സമ്പൂർണ്ണമാകാൻ ബാക്കിയുള്ളത് കൊട്ടിയൂർ പഞ്ചായത്താണ്. കൊട്ടിയൂർ പഞ്ചായത്ത് പൂർത്തീകരിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം കണിച്ചാറും കേളകവും പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടിയൂരും പൂർത്തീകരിക്കാൻ കഴിയും. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ടാൽ എല്ലാ വാർഡിലും ശാസ്ത്രവും സാഹിത്യവും പുരോഗമന ജനാധിപത്യ ആശയങ്ങളും ചർച്ച ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് സായിനാഥിന്റെ ഈ വരവ് ഇന്ത്യയിലെ പത്രമാധ്യമ ലോകത്തിലേക്ക്, ബദൽ മാധ്യമ സംവിധാനത്തിലേക്ക് പേരാവൂരിന്റെ പേര് എഴുതി ചേർക്കാനുള്ള ഒരവസരമായി ഞാൻ കാണാണ്. സായിനാഥിന്റെ അദ്ദേഹത്തിന്റെ തന്നെ പത്രമേഖലയിലുള്ള ഇടപെടൽ, അതിൽ ഏറ്റവും പ്രധാനമാണ് പ്യാരി. ആ പ്യാരിയും അതിനകത്തുള്ള ഗാലറിയും അതിൽ അദ്ദേഹത്തിന്റെ വിവിധ ഗ്രാമങ്ങളിലുണ്ടായിട്ടുള്ള സംഭവങ്ങളുടെ എഴുതിച്ചേർക്കലിന്റെയും കൂട്ടത്തിൽ ഈ പേരാവൂരിനും ഒരു സ്പേസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനൊപ്പം ഈ കണ്ണൂരിന്റെ സവിശേഷമായിട്ടുള്ള വായനശാല മേഖലയിൽ സംഭാവന ലോകത്തെ അറിയിക്കാനും സായിനാഥിന് കഴിയും എന്ന് വിശ്വസിക്കുകയാണ്. സായിനാഥിന്റെ പുസ്തകം എവരിബഡി ലൈക്ക് എ ഡ്രോപ്പ്, വരച്ച് എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന പുസ്തകത്തിൽ പറഞ്ഞതുപോലെ, പുസ്തകം ഓർമ്മപ്പെടുത്തിയതുപോലെ ദാരിദ്ര്യവും അറിവില്ലായ്മയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യവും പട്ടിണിയില്ലാത്ത, കലവറയില്ലാതെ വിജ്ഞാനം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ലോകമാണ് നാം ആഗ്രഹിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. ആദരണീയനായ സായിനാഥിനെ ഇവിടെ ശ്രമിക്കാനാണ് നിങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ള നല്ല ബോധ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. I am very proud and honored to be part of this declaration of the final phase of the library in every panchayat. Since yesterday, I think I have visited five of these Granashalas, and it is a very inspiring and heartening experience to see that happen.
I was telling in other places also, 2 weeks ago, I live in Maharashtra, I am based in Mumbai, but I am a rural reporter who travels all the time. 2 weeks ago, I was in Vidarbha, where the largest number of farmer suicides take place in the world. It's a very large area, 2.5 times the size of Kerala. So I traveled nearly 2,000 kilometers, but outside of Nagpur city, I did not see one public library on the way. And I can't help, after coming here, I am realizing that. After coming here, I am thinking about Vidarbha, that there are no libraries. How important these are in our life. Historically, by the way, I was trained as a historian in JNU and I became a journalist. Many years ago, I came to Kannur and I did a story on the model panchayat of Kaliyasem. And I realized in studying the past that the libraries, the reading room, was a major target of the Bhuswamis or Genbi. And through, in Mail Panchayat alone, they told me that in 1935 to 45, 3 reading rooms were burnt down. But all across Kerala, large number of Janmi attacks took place on reading rooms. Why? Because the reading room built community resistance. The reading room was largely attended by poor people, by people who were wanting to become illiterate agricultural workers who attended evening classes and made themselves literate. So the reading room historically was a community space that brought together the poor, the oppressed, and the genuine youths. That's why they attacked and burned the reading rooms. If you look at the newspapers of late 1920s, 30s, 40s, you will read of genuine attacks burning the libraries so the library was much more than books. The reading room was much more than only books. The reading room was a center of resistance, cultural and political. So it is, and I'm seeing that you are continuing that tradition. The reading room is not only, the library is not only about books. There are, now they have also brought in digital instruments. Most of these libraries I saw, except one, had a computer, had a catalog which is digital. It did all that. But they are also holding training camps. One library I went to, they had sent all the children who came to learn swimming at the Krishna Pillai Memorial Library. Others were holding reading discussions, or meaning reading, performative reading. So a group of 10, 15 people comes, one of them reads a chapter from a book or an article, but with the emotion of the characters in the book. And that performative reading leads to discussion of the subject matter in that book. So this is all absolutely what
libraries and reading rooms are built and building community around it. I want to share with you my experience of the most unique library I have ever seen in the world. And that is from Kerala, but from Idukki. 12-13 years ago, my friends and I went to the only Adivasi Panchayat, full Adivasi Panchayat in Kerala at that time, Edamalakuni. And to go to Edamalakuni in those days, 2013-14, we had to walk 18 kilometers from Munnar and uphill to go to it. Now I'm told the road has come going closer. I'm not happy about that. I think those jungles should be preserved. But the protected forest area is where the elephants have their migration and crossroads. There are crossings for the elephants, and those are the migration roads. While we are going to Edamalakuni, in the middle of nowhere, near the elephant crossing, there is a small hut, a shop, and a sports club, and a library. Absolutely nothing else there, but Mr. Chinnakambi, he is also an Adivasi, a Mudavan Adivasi. He was in Idukki, and he was already 73 years old. He is still there. When he retired from his work in Idukki, he was inspired by others also, like Murli Mata, teacher Murli Mata, the teacher, and he decided he is not going to settle in Idukki town. Chinnakambi decided that his panchayat, it had the poorest literacy rate, the poorest educational rate in all of Kerala. So he decided to go and start, he's just a simple person. He decided to go and start a library and encourage people to read. How did he encourage people to read? If you just keep books there, no one was going. So he started a chai shop. Yeah? And if you went and read books there, he would give you chai free of charge. No charge. But no milk and no sugar, because he said, I can't afford that. But I'll give you free chai. And in that area, there is tea leaves growing naturally also. So he would take from that, make you chai to encourage you to read. He had 161 books. All classics, only classics. And this morning also we saw in one of the libraries all the faces of the great masters of literature, Malayalam literature. And a 91-year-old user, Karunakaran MK, he told me that I have been reading these masters since childhood, and now they are all in the library here. He was 91 years old. He is 91 years old. Chinnakambi had 161 books, all classics, and including classics of Indian literature, classics of European literature, classics of Marxist literature, classics of Gandhian literature. And what caught my eye was, first of all, a very thick volume, the Malayalam translation of the great Tamil epic poem Silappatikaram. Right? So here he is sitting in the wilderness, 161 books.
he also opened a sports club to encourage young people to come there, and then he would try persuading them to read. Then I asked him, Chinnathan, പറഞ്ഞതിൻ്റെ ചില ഗ്രാഹ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാലും കുറച്ചുകൂടെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് സംഗ്രഹിച്ച് പറയുകയാണ്. ഇവിടെ ഈ സന്ദർഭത്തിൽ നിൽക്കുമ്പോൾ വലിയ അഭിമാനത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാ വാർഡിലും ലൈബ്രറികൾ എന്ന് പറയുന്ന ഒരു പുതിയ സങ്കല്പം ഉണ്ടാവുക എന്ന് പറയുന്നത് മനോഹരമായിട്ടൊരാശയമാണ്. ഇന്നലെ ഞങ്ങൾ 5ഓളം ലൈബ്രറികൾ സന്ദർശിച്ചിരുന്നു. എല്ലാം വളരെ പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്നും വരുന്ന ഒരാളാണ്. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ വിദർഭ, കാൺപൂർ എന്നിവിടെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന സമയത്ത് മടങ്ങ് വിസ്തീർണമുള്ള സ്ഥലമാണെങ്കിലും 2000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് പോലും അവിടെ ഒരു പബ്ലിക് ലൈബ്രറി കണ്ടിട്ടില്ല എന്നുള്ള വാസ്തവം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ വരുമ്പോഴാണ് അത് ശരിക്കും മനസ്സിലാവുന്നത്. ആ മഹാരാഷ്ട്രയിലും ഇവിടെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ ബേസിക്കലി ഒരു ചരിത്രകാരനാണ്. JNUവിൽ പഠിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ്. ഈ ലൈബ്രറി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വായിക്കാനുള്ള സ്ഥലമാണ്, അറിവ് ഉണ്ടാക്കാനുള്ള സ്ഥലമാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, വളരെ മുന്നേ ജന്മിമാർ അവരുടെ ഏറ്റവും വലിയ ടാർഗറ്റായിട്ട് കണ്ടത് ഇത്തരത്തിലുള്ള വായനശാലകളെയാണ്. മയ്യിൽ പഞ്ചായത്തിൽ തന്നെ അത്തരത്തിൽ 3 വായനശാലകൾ അവർ കത്തിച്ചതായിട്ട് എനിക്ക് വായിക്കാനും അറിയാനും വേണ്ടി സാധിച്ചു. എന്തുകൊണ്ടാണ് ജന്മിമാർ ഇങ്ങനെ പുസ്തകശാലകളെ അറ്റാക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പുസ്തകങ്ങൾ മനുഷ്യരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നു, അവിടെ ചർച്ചകൾ ഉണ്ടാക്കുന്നു, അവിടെ അവരെ സാക്ഷരരാക്കുന്നു, ഒപ്രസ്ഡായിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുവരുന്നു. സ്വാഭാവികമായിട്ടും ഇത് തന്നെയാണ് ജന്മിമാരെ ഇത്തരത്തിൽ അവരെ ആക്രമിക്കാനും പുസ്തകങ്ങൾ കത്തിക്കാനും പ്രേരിപ്പിച്ചിട്ടുള്ളത്. 920-30കളുടെ പത്രങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇത്തരത്തിൽ ജന്മിമാർ കത്തിച്ച വായനശാലകളുടെയും പുസ്തകങ്ങളുടെയും ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. വായനശാലകൾ യഥാർത്ഥത്തിൽ സാംസ്കാരികമായ പ്രതിരോധത്തിൻ്റെ ഇടങ്ങളാണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ചില വായനശാലകൾ സന്ദർശിച്ചപ്പോൾ അവിടെ പുസ്തകങ്ങൾ മാത്രമല്ല, ഡിജിറ്റലായിട്ടുള്ള പല സംവിധാനങ്ങളും അവിടെ കാണാൻ വേണ്ടി സാധിച്ചു. ഇന്നലെ സഞ്ചരിച്ചപ്പോൾ ചില വായനശാലകൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള പല പല ട്രെയിനിങ്ങുകളും കൊടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. നീന്തൽ പോലെയുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നത് വായന മാത്രമല്ല, ചർച്ചകളാണ്. 10-15 ആളുകൾ ഇരുന്നു കൊണ്ട് അവിടെ വലിയ ചർച്ചകൾ ഉണ്ടാക്കുകയും അവിടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു മനുഷ്യ സമുദായത്തിൻ്റെ പുതിയ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ 13 വർഷം മുമ്പേ കേരളത്തിൽ ഇടുക്കിയിൽ വന്നപ്പോൾ അവിടെ ഇടമലക്കുടിയിലെ ഒരു ആദിവാസി കോളനി സന്ദർശിക്കാനിടയായി. മുന്നാറിൽ നിന്നും സഞ്ചരിക്കുമ്പോൾ ഏകദേശം വാഹനം സഞ്ചരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്നും 18 കിലോമീറ്റർ നടന്നാൽ മാത്രമേ ആ സ്ഥലത്ത് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവിടെയാണ് വളരെ വിജനമായ ഒരു സ്ഥലത്ത് ഞാനൊരു ലൈബ്രറി കണ്ടത്. ഒരുപക്ഷെ ആനകളും മറ്റും സഞ്ചരിക്കുന്ന ആ വഴികളിൽ ഏകാഗ്രിയായ ഒരു മനുഷ്യൻ വിജന സ്ഥലത്ത് അവിടെ ഒരു ഷോപ്പും സ്പോർട്സ് ക്ലബും ലൈബ്രറിയും സ്ഥാപിച്ചിരിക്കുന്നതായി കണ്ടത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ചിന്നത്തമ്പി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആദിവാസി ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്, മുതവൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളാണ്. 73 വയസ്സുണ്ടായിരുന്നു. അദ്ദേഹം മുന്നാറിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായി വിരമിച്ചതിന് ശേഷം അവിടെ ആദിവാസി മേഖലകളിൽ വളരെയധികം പ്രവർത്തനം നടത്തുന്ന മുരളി മാഷിന്റെ ഒരു അഭ്യർത്ഥനയും പ്രചോദനവും ഉൾക്കൊണ്ടുകൊണ്ട് റിട്ടയർ ചെയ്ത പണം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പുസ്തകം വാങ്ങിക്കുകയും അങ്ങനെ ഒരു പുതിയ ലൈബ്രറി സ്ഥാപിക്കാനും അദ്ദേഹം അവിടെ തീരുമാനിച്ചു.
ആ ലൈബ്രറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ പുസ്തകം വായിക്കാനും വാങ്ങാനും വരുന്ന ആളുകൾക്ക് ഒരു ചായ ഫ്രീ ആയിട്ട് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ അവിടെ പാലോ പഞ്ചസാരയോ ഇടാനുള്ള വകുപ്പ് അദ്ദേഹത്തിന്റെ വരുമാനം അനുവദിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മധുരമില്ലാത്ത കട്ടൻ ചായയാണ് ഈ പുസ്തകം എടുക്കുന്ന ആൾക്ക് കൊടുത്തിരുന്നത്. 161 പുസ്തകം ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാം ക്ലാസിക് വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങളാണ്. ഒരു വിഷയം ഈ പറയുന്ന എന്താ പറയുക, ഗാന്ധി, മാർക്സ്, അതുപോലെ യൂറോപ്യൻ ലിറ്ററേച്ചേഴ്സ്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങൾ അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഇന്ന് രാവിലെ നമ്മളൊരു ലൈബ്രറിയിൽ പോയപ്പോൾ 91 വയസ്സുള്ള കരുണാകരൻ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം നിരന്തരമായി ഈ വയസ്സിലും അവിടെ ലൈബ്രറി സന്ദർശിക്കാറുണ്ട്, വായിക്കാറുണ്ട് എന്നുള്ളൊരു അനുഭവം തീർച്ചയായിട്ടും വളരെയധികം അത്ഭുതത്തോടുകൂടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ ചിന്നത്തമ്പിയുടെ പുസ്തകക്കടയിൽ ചിലപ്പതികാരം, ഇളങ്കോവന്റെ ചിലപ്പതികാരം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ മലയാളം ട്രാൻസ്ലേഷൻ അവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ വിജനമായ സ്ഥലത്ത് ആരാണ് ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ വരുന്നത് എന്ന് ചിന്നത്തമ്പിയോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ആവേശത്തോടെ ഒരു രജിസ്റ്റർ കൊണ്ടുവരികയും അവിടെ എത്രയോ തവണ ഈ പുസ്തകം എടുത്ത കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. 37 പുസ്തകങ്ങൾ, 161 പുസ്തകങ്ങളുടെ പുസ്തകശാലയിൽ 37 പുസ്തകങ്ങൾ അപ്പോഴും സർക്കുലേഷൻ ആയിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ അത്ഭുതത്തോടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി, വായനയ്ക്ക് വേണ്ടി അർപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു. നമുക്കറിയാം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തീർച്ചയായിട്ടും പല തരത്തിലുള്ള ഒരു വർഷവും അവർ മാൻ ഓഫ് ദ ഇയർ അല്ലെങ്കിൽ മാൻ ഓഫ് ദ ഡെക്കേഡ് അല്ലെങ്കിൽ വേർഡ് ഓഫ് ദ ഇയർ എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവിടെ പല കാര്യങ്ങളും അവിടെ പറയാറുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ ഈ പാരി എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് ചിന്നത്തമ്പിയുടെ കഥ പുറത്തേക്ക് വന്നപ്പോൾ ഈ പറയുന്ന പല വിദേശ സ്ഥലത്തു നിന്നും ഒട്ടനവധി പുസ്തകങ്ങൾ സംഭാവന ചെയ്യാനുള്ള ഒരു വലിയ തയ്യാറെടുപ്പുണ്ടായി. പക്ഷെ അവസാനം പുസ്തകങ്ങൾ ഡൊണേറ്റ് ചെയ്യേണ്ട എന്നൊരവസ്ഥയിലേക്ക് എത്തും. കാരണം അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നതിലധികം പുസ്തകങ്ങൾ അവിടെ കിട്ടി എന്നുള്ളതാണ്. അലമാരകളെല്ലാം 18 കിലോമീറ്റർ ചുമന്നു കൊണ്ടുപോയിട്ടാണ് ആ സ്ഥലത്ത് എത്തിച്ചത് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന ഒരു പദത്തെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമുക്ക് വേഗം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഈ ഇന്റർനെറ്റിൽ, നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ നോക്കി അവർ വളരെ സില്ലി ആയിട്ടുള്ള, നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, ട്രിവിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇതിനെയാണ് ലോകത്തിലെ പല വിഖ്യാതമായ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അപകടകരമായ ഒരു പ്രവണത ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ആവശ്യത്തിലധികമുള്ള എക്സസീവ് ഓവർ കൺസംഷൻ, ഓവറായിട്ടുള്ള ഈ വായനയും അറിവും സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ തലച്ചോറിൽ കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ഒരു കോഗ്നിറ്റീവ് പവർ തന്നെ അവിടെ അടിസ്ഥാനപരമായിട്ട് ഇല്ലാതാക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള മെഡിക്കൽ പഠനം സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് തന്നെ വെബ്സൈറ്റിലെ പാരി എന്ന് പറയുന്ന അതിൽ ചിന്നത്തമ്പിയെ കുറിച്ചുള്ള കഥ അവിടെയുണ്ട്. 12ഓളം ഭാഷയിൽ, മലയാളം അടക്കം നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയൊരു സംവിധാനം ആ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾ വായിക്കുമ്പോൾ, ഒരു ലൈബ്രറിയിൽ പോയിട്ട് വായിക്കുമ്പോൾ എന്ത് വായിക്കുന്നു, എന്താണ് വായിക്കുന്നത്, വായന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു നല്ല ബോധം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് നിരന്തരമായി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ആവശ്യത്തിനും അനാവശ്യത്തിനുമുള്ള കാര്യങ്ങൾ തലയിൽ കയറ്റുമ്പോൾ അദ്ദേഹം മറ്റൊരു വാക്കും കൂടി നമ്മളെ പരിചയപ്പെടുത്തുന്നു. അതിന് ഡൂം സ്ക്രോളിംഗ് എന്നാണ് പറയുക. ഒരുപക്ഷെ അപകടകരമായ, ഒരുപക്ഷെ മനുഷ്യന്റെ മരണത്തെ മുഖാമുഖം കാണുന്ന, ബ്രെയിനെ നശിപ്പിക്കുന്ന ഡൂം സ്ക്രോളിംഗ് എന്ന് പറയുന്നതും അടിസ്ഥാനപരമായി വായനയെ ഇല്ലാതാക്കുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം സർദാർ ഹാഷ്മി വായനശാലയിൽ പോയപ്പോൾ 70,000 പുസ്തകങ്ങളാണ് അദ്ദേഹം അവിടെ കണ്ടത്. ലൈബ്രറികൾ പലതരത്തിലുള്ള അവസരങ്ങളാണ് മനുഷ്യർ സൃഷ്ടിക്കുന്നത്. കൃഷ്ണപിള്ള മെമ്മോറിയൽ ലൈബ്രറിയിൽ പോയപ്പോൾ അവിടെയും ഈ പറയുന്ന പലതരത്തിലുള്ള വായനാനുഭവങ്ങൾ കാണാനിടയായി. ഇന്നിപ്പോൾ നമ്മുടെ രാവിലെ പോയ ഒരു ലൈബ്രറിയിൽ ഇന്നലെ ഇന്റർനാഷണൽ
ഈ പറയുന്ന വയോജന ദിനമായിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് ഗാന്ധി സ്മാരക വായനശാലയിൽ പോയപ്പോൾ വയോജനങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങും കാണാനിടയായി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈബ്രറികൾ എന്ന് പറയുന്നത് പുസ്തകം അട്ടിവെച്ച കൂട്ടിയിട്ട ഒരു റിപ്പോസിറ്ററി ഓഫ് ബുക്സ് എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. പക്ഷെ അതിനപ്പുറത്തേക്ക് മനുഷ്യ മനസ്സിൽ ഈ പറയുന്ന മനുഷ്യബോധവും മനുഷ്യന്റെ അടിസ്ഥാന രാഷ്ട്രീയവും മനുഷ്യ സ്നേഹവും അറിവും വളർത്തുന്ന ആലയങ്ങളായി നമുക്ക് നമ്മുടെ ലൈബ്രറികളെ മാറ്റാൻ വേണ്ടി സാധിക്കണം. അതിനുള്ള ഒരു വലിയ ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന് അറിഞ്ഞതിനുള്ള സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്.